പ്രവർത്തിക്കുന്ന ഭീകരരെ ഉന്മൂലനം ചെയ്യുക എന്ന ദൃഢനിശ്ചയത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനുള്ള ശക്തമായ നീക്കങ്ങളും സുരക്ഷാ സേന നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരർക്കെതിരായ നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. പാക് ഭീകരനും ജെയ്ഷെ മുഹമ്മദ് കമാൻഡറുമായ സൈഫുള്ളയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികവും സുരക്ഷയും വാഗ്ദാനം ചെയ്ത് പോലീസ് ദോഡയിലുടനീളം പോസ്റ്ററുകൾ പതിപ്പിച്ചു. ഗണപത് പാലം ഉൾപ്പെടെയുള്ള പ്രധാന പൊതുസ്ഥലങ്ങളിലും പോലീസ് ചെക്ക് പോസ്റ്റുകളിലുമാണ് സൈഫുള്ളയുടെ ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി ദോഡ കിഷ്ത്വാർ മേഖലകളിലെ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സൈഫുള്ള സജീവമാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പലതവണ സുരക്ഷാ സേനയുമായി ഇയാൾ നേർക്കുനേർ ഏറ്റുമുട്ടിയെങ്കിലും കാടിന്റെ മറപറ്റി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ സൈഫുള്ളയുടെ ഒപ്പമുണ്ടായിരുന്ന ഭൂരിഭാഗം ഭീകരരെയും സൈന്യം വധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സഹായികൾ മാത്രമാണ് ഇവർക്കൊപ്പം ഉള്ളതെന്നാണ് സൂചന. ഭീകരർക്കായുള്ള തെരച്ചിലിനിടെ ഗന്തോയിലെ ചില്ലി വനമേഖലയിൽ ഭീകരർ ഉപയോഗിച്ചിരുന്ന രഹസ്യ ഒളിത്താവളം സുരക്ഷാ സേന തകർത്തു. ഇവിടെ നിന്നും വൻതോതിൽ പുതപ്പുകളും ഭക്ഷണങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കണ്ടെടുത്തു. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തന്ത്രി ഗന്തോ മേഖലകളിലെ കോംബിംഗ് ഓപ്പറേഷൻ ശക്തമാക്കിയിരിക്കുകയാണ്. വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരെ പിടികൂടാൻ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1 മാസമായി കത്വ, ഉദംപൂർ, രജൌരി, പുഞ്ച് എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ വൻതോതിലുള്ള തെരച്ചിൽ തുടരുകയാണ്. ജനുവരി മുതൽ അതിർത്തി മേഖലകളിൽ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ജനുവരി 23-ന് കത്വയിലെ ബിലാവറിൽ ഒരു പാക് ഭീകരനെയും ഫെബ്രുവരി 4-ന് ഉദംപൂരിലെ കിഷ്ത്വാറുമായി നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 3 ജെയ്ഷെ ഭീകരരെയും സൈന്യം വധിച്ചിരുന്നു. ജനുവരി 18-ന് ചിത്രൂരിൽ നടന്ന വെടിവെപ്പിൽ ഒരു പാരാട്രൂപ്പർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു. ഇതിന് തിരിച്ചടി നൽകാനായി ഓപ്പറേഷൻ സർവശക്തിയുടെ ഭാഗമായി കാടുകൾ അരിച്ചുപെറുക്കുകയായിരുന്നു സേന. അതിർത്തി കടന്നെത്തിയ വിദേശ ഭീകരർ ഗ്രാമവാസികളുടെ സഹായം തേടാൻ സാധ്യതയുള്ളതിനാൽ അപരിചിതരെ കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് ഉറപ്പു നൽകി. അതേസമയം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളെ തങ്ങളുടെ അണികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വനിതാ ഭീകരവാദികളുടെ തീവ്രവാദം പ്രേരിപ്പിക്കുകയും ലോകത്തെ കബളിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല നിരീക്ഷണ റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ജെയ്ഷെ മുഹമ്മദ് തന്ത്രം മാറ്റുകയും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹർ വനിതാ വിഭാഗത്തെ ജമാഅത്ത് ഉൽ മുമിനത്ത് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജെയ്ഷെയുടെയും മസൂദ് അസറിന്റെയും ഉദ്ദേശങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വനിതാ വിഭാഗം തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ജെയ്ഷയ്ക്കുള്ളിലെ ഒരു തന്ത്രപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇതുവരെ ഭീകരാക്രമണങ്ങൾക്ക് സംഘം പുരുഷന്മാരെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജെയ്ഷെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ്. ഇതുവഴി ബന്ധപ്പെട്ട് ജെയ്ഷെ അടുത്തിടെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ജമാഅത്ത് അൽ മുമിനത്തിനെ കുറിച്ചുള്ള സർക്കുലർ അതിനെ മതവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നഗരപ്രദേശങ്ങളിലെ മുസ്ലിം സ്ത്രീകളെ ആകർഷിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.